ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ കോട്ടക്കിൻ്റെ 811 അക്കൗണ്ടും അതുപോലെ തന്നെ സൂപ്പർ മണിയും കൂടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു FD ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ എന്താ പറയുക, സെക്യൂർ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നില്ലെങ്കിൽ FD ഇട്ടിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് കേട്ടോ. പിന്നെ കോട്ടക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. UPI ക്രെഡിറ്റ് കാർഡാണ്, റൂപേ വേരിയൻ്റ് ആണ്, ലൈഫ് ടൈം ഫ്രീ ആണ്. എന്തായാലും ഡീറ്റെയിൽസിലേക്ക് പോകാൻ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്താൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തൊന്ന് ഫോളോ ചെയ്യാട്ടോ. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാൻ മതി. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലും ഉണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നോർമലി ഞാൻ ടെലിഗ്രാമിൽ നമ്മുടെ ഡീൽസുള്ള ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് നമ്മുടെ മെയിൻ. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനുള്ള സംഭവം. ഇപ്പോൾ ഇനി റീസെൻ്റ്ലി യൂട്യൂബ് പുതിയ സംഭവം വരുന്നുണ്ട്, അതായത് നമ്മുടെ ഓഡിയോ കമൻറ്റ്സ് റിപ്ലൈ സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ നോർമലി ഇൻസ്റ്റാഗ്രാം അതിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ എന്താ വെച്ചാൽ കുറേ എൻക്വയറീസ് നമുക്ക് ഇതുപോലെ ഫിനാൻഷ്യലായിക്കോട്ടെ ടെക്കിലായിക്കോട്ടെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് റിപ്ലൈ ചെയ്യാൻ യൂട്യൂബിൽ പറ്റില്ലോ. ജസ്റ്റ് നോർമൽ നമ്മുടെ കമൻറ്റ് പരിപാടി മാത്രമല്ല പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മെയിൻലി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും എൻക്വയറി കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. പേജ് ഫോളോ വിളിച്ചാൽ മതി. അപ്പോൾ മെസ്സേജ് ഓപ്ഷൻ കിട്ടും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ഓൺ മിന്ത്ര കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 3% ക്യാഷ് ബാക്ക് ഓൺ ക്ലിയർ ട്രിപ്പ്, 2% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലിപ്കാർട്ട്, പിന്നെ 1% ക്യാഷ് ബാക്ക് ഓൺ ഓൾ UPI എക്സ്പെൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കാർഡാണ്. ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. അതിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഇത് വെയിറ്റിംഗ് ലിസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. പിന്നെ ഇതൊരു 6% നമുക്ക് ഇൻട്രസ്റ്റ് FD കിട്ടും. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മിനിമം ബാലൻസ് ഒന്നും റിക്വയർഡ് ഒന്നുമല്ല. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആണ്. നമുക്ക് ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ്. സിബിൽ സ്കോറും കാണണമെന്ന് ആവശ്യമില്ല. KYC മാത്രം ഓക്കെ ആയാൽ മതി കേട്ടോ. മിനിമം സ്റ്റാർട്ടിങ് FD എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്കാൻ ആൻഡ് പേ സംഭവങ്ങളൊക്കെ നടക്കും. പിന്നെന്താ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ FD വേണമെങ്കിൽ ലിങ്ക് ചെയ്യാൻ പറ്റും കാർഡിലേക്ക്. അതിനനുസരിച്ച് നിങ്ങൾ വേണമെങ്കിൽ ആദ്യം ഒരു 1000 രൂപ FD ഇട്ടു, അതിട്ടിട്ട് കാർഡ് എടുത്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഗെയിൻ ഒരു FD കൂടി ഇടാം കേട്ടോ. അപ്പോൾ അത് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് കാർഡ് വരുന്നത്. ഇൻസ്റ്റാളായിട്ട് നമുക്ക് വെർച്വൽ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പോവാം. ഇതിൻ്റെ ലിമിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ 90% ലിമിറ്റാണ് നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 900 രൂപീസ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആണ്, വെർച്വൽ ക്രെഡിറ്റ് കാർഡാണ് കിട്ടുക. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഇതിൽ ആക്ച്വലി ഒരു പറഞ്ഞിട്ടില്ല, ഇതിൽ എന്താ പറയുക ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഉണ്ടോ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ എന്ന് പറയുന്നത് നിങ്ങൾ 5000-ന് മുകളിൽ FD എമൗണ്ട് ഇട്ടാൽ മാത്രമാണ് ഫ്രീ കാർഡ് ആയിട്ട് അല്ലെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് 249 രൂപീസ് വരുന്നുണ്ട്. 5000 രൂപ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് സംഭവത്തിലുണ്ട്. ഫിസിക്കൽ കാർഡ് കിട്ടണമെങ്കിലും 5000 രൂപ മുകളിൽ ഇട്ടാലേ ഫിസിക്കൽ കാർഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 249 രൂപീസ് അടയ്ക്കാനേ വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ എന്നാലും നിങ്ങൾ എന്താ വെച്ചാൽ എന്തായാലും നിങ്ങളൊരു FD ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 10,000 രൂപയെങ്കിലും ഇട്ടിട്ട് എടുക്കുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വെറും വേസ്റ്റ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നോർമലി നമുക്ക് സിവിൽ സ്കോർ ഇമ്പ്രൂവ്മെൻറ്റും കാണൊക്കെ വരണമെങ്കിൽ ടോട്ടൽ ലിമിറ്റിൻ്റെ 30% താഴേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് പെട്ടെന്ന് നമുക്ക് കൂടുന്നതാണൊക്കെ ചെയ്യുള്ളൂ. അല്ലാത്തൊരു പിന്നെ ഇത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചുമ്മാ ക്യാഷ് ബാക്കിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക മിന്ത്രയിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ 2%, 5% ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ആൾക്കാരായിരിക്കണം. പിന്നെ FD ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ഹോൾഡ് ചെയ്യുക. അതിന് മുമ്പ് ഒരു ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ചാർജും കാര്യങ്ങളൊക്കെ പിടിക്കിട്ടാ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മണി കോട്ടക് 811 അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ. അതുപോലെ തന്നെ ബാക്കി ക്രെഡിറ്റ് കാർഡ്സ്, അതായത് നമുക്ക് ഈ മാസം അപ്ലൈ ചെയ്ത് എടുക്കാവുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ റെഫർ ലിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് വിടണം.